മുണ്ടക്കയം 31 മൈലത്തടി വാർഡിന്റെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പൂഞ്ഞാർ എംഎൽഎ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എംജെക്ക് നൽകുന്ന സ്വീകരണവും ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 നടക്കും. കെയർ മൈലത്തടി ചാരിറ്റബിൾ സൊസൈറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും വാർഡിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കൽ, മൈലത്തടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ പ്രഖ്യാപനവും ഉദ്ഘാടനവും നടക്കും. നിലവിൽ വാർഡിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എംഎൽഎ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും മൈലത്തടിയുടെ സമഗ്ര വികസനത്തിനായുള്ള ഭാവി മാർഗരേഖകൾ എംഎൽഎ ഉൾപ്പെടെയുള്ളവർക്ക് മുൻപിൽ അവതരിപ്പിക്കാനുമുള്ള ഒരു ജനകീയ വേദി കൂടിയായിരിക്കും ഈ സമ്മേളനമെന്ന് വാർഡ് മെമ്പർ റോയി കപ്പലുമാക്കൽ അറിയിച്ചു. 3 PM ബഹുമാനീയനായ നമ്മുടെ പൂഞ്ഞാർ എംഎൽഎ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എംജെക്ക് 31 മൈൽ മൈലത്തടി CMSL LP സ്കൂളിൽ വെച്ച് മൈലത്തടി വാർഡിന്റെ ഒരു സ്വീകരണം നൽകുകയാണ്. നമ്മുടെ ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം 2018-ലും 2021-ലും പ്രളയസമാനമായ അന്തരീക്ഷം ഉണ്ടായപ്പോൾ വീടുകളിലെല്ലാം വെള്ളം കയറുകയും പൈങ്ങനാത്തോട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയും ചെയ്തിട്ട് പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും പൈങ്ങനാത്തോട്ടിലെ പല ഭാഗത്തും മണ്ണ് അടിഞ്ഞ് ചെറിയ കൂനകളായിട്ട് വലിയ മല പോലെ തോടിലെ വെള്ളമൊഴുക്ക് പോലും തടയത്തക്ക രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു പരിഹാരം കാണാമെന്ന് MLA ഉറപ്പായിട്ടും നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, നിരവധി ആവശ്യങ്ങൾ നാളെ ഉന്നയിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ നിന്ന് ജയിച്ച കുട്ടികൾക്ക് പുരസ്കാരം നൽകുവാനും, അതുപോലെ നമ്മൾ കഴിഞ്ഞ തുടങ്ങിയ കെയർ മൈലത്തടി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഒരു ഓഫീസ് ഉദ്ഘാടനം നാളെ നടക്കുകയാണ്. അത് 31 മൈൽ ജംഗ്ഷന് സമീപം തന്നെയാണ്. ആ ഓഫീസിൽ എന്നും എപ്പോഴും ആൾക്കാർ ഉണ്ടായിരിക്കും, ഭാരവാഹികൾ ആരെങ്കിലും ഉണ്ടായിരിക്കും. രോഗികളായ നമ്മുടെ വാർഡിലുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു ഓഫീസ് മെമ്പർ എന്ന നിലയിൽ മുൻകൈ എടുത്ത് നാളെ അത് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഇതംപ്രദമായി നമ്മുടെ ഈ മേഖലയിൽ ഒരു വാർഡില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം ഉണ്ടാവുകയാണ്. മൈലത്തടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം എന്ന പേരിൽ നാളെ 15 പേര് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ വാർഡ് മെമ്പറുടെയൊക്കെ നേതൃത്വത്തിൽ ട്രെയിനിങ് കൊടുത്ത് നാളെ ആ ടീമിന്റെ ഫോർമേഷനും അതിന്റെ ഉദ്ഘാടനവും നടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഉദ്ഘാടനത്തിലേക്കും അതുപോലെ തന്നെ MLAയുടെ സ്വീകരണ പരിപാടിയിലേക്കും എല്ലാവരെയും ഹാർദവമായി ക്ഷണിക്കുകയാണ്. നാളെ ഈ പരിപാടിയിൽ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അതുപോലെ തന്നെ നമ്മുടെ സെന്റ് ആന്റണീസ് കോളേജിന്റെ പ്രിൻസിപ്പൽ അടക്കം എല്ലാവരും പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. ബഹുമാനീയനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA ഷമീർ, മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും അതിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. എല്ലാവരെയും ഹാർദവമായി ആ പരിപാടിയിലേക്ക് നാടിന്റെ വികസനം ഉന്നം വെച്ചുകൊണ്ട് 22-ാം വാർഡിലെ മൈലത്തടി വാർഡിലെ നമ്മുടെ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. മൈലത്തടി CMS സ്കൂൾ ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരും വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്ത് സംസാരിക്കും. പ്രദേശത്തിന്റെ സുരക്ഷയ്ക്കും അടിയന്തര ഘട്ടങ്ങളിലെ സേവനങ്ങൾക്കുമായി രൂപീകരിച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ പ്രവർത്തനം വാർഡിന് വലിയ കരുത്താകുമെന്നും സമ്മേളനത്തിലേക്ക് മുഴുവൻ ജനങ്ങളും പങ്കാളികളാകണമെന്നും സംഘാടക സമിതി അറിയിച്ചു.